ഇന്നിങ്ങനെ വെറുതെ നിൽക്കുന്ന സമയത്ത് ആവിധ വിളിച്ചിട്ട് പറയുന്നത് നമുക്കൊന്ന് കണ്ണൂർ പോയാലോ എന്ന്. പിന്നെ ഞാനും വെറുതെ നിൽക്കണ്ട് ഓർത്തിട്ട് ഞാനും അങ്ങ് പറഞ്ഞു ഓക്കെയാന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ നേരെ അങ്ങ് വിട്ടു. ബൈക്കിലാണ് പോയത്. ആബിദിൻ്റെ യമഹ FZ 2019 മോഡൽ. അങ്ങനെ നമ്മൾ വിട്ടു. അങ്ങനെ നാറത്തിന് ശേഷം കാണുന്ന ഏരിയ ആണിത്. നാറാത്തിനും അതുപോലെ തന്നെ കാട്ടമ്പള്ളി പാലത്തിനിടയിലുള്ള റോഡ് നമ്മൾ കാണുന്ന സമയത്ത്, നമ്മളതിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മളെ വയനാട്ടിലോട്ട് പോകുമ്പോഴുള്ള, ജസ്റ്റ് ഒന്ന് കയറ്റി പറഞ്ഞു തോന്നും, എന്നാലും ഒരു ഫീൽ നമുക്ക് തോന്നും. കാരണം ഫുള്ള് രണ്ട് സൈഡിലും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മനോഹരമാണ്. പിന്നെ നമ്മൾ നേരെ അങ്ങോട്ട് വിട്ടു. ഇതാണ് നമ്മൾ കാട്ടമ്പള്ളി കയാക്കിംഗ്. ഇത് പുതിയ ടൂറിസത്തിൻ്റെ ഒരു പദ്ധതിയാണിത്. ആദ്യമൊക്കെ നല്ല ആളുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ പിന്നെ ആൾക്കാർ കുറവായിരുന്നു. ഇത് കാട്ടമ്പള്ളി പാലം. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ബാലങ്കിണറുള്ള മർഹബ ഹോട്ടലിൽ കയറി. ഇത് ആബിദിൻ്റെ ഫേവറേറ്റ് ഹോട്ടലാണ്. ഓൻ്റെ പരിചയക്കാരനായ ഒരു ഹോട്ടലുകാരനാണിത്. അങ്ങനെ നമ്മളവിടെ മർഹബ ഹോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടലിൽ കയറി. ഏകദേശം 4 മണി ആയതുകൊണ്ട് തന്നെ കടിയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ അവിടുന്ന് ചായയും പഫ്സൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ പുറപ്പെട്ടു. നമ്മളങ്ങനെ പോയി പുതിയൊരുവിലെത്തി. പുതിയൊരുവിൽ ഇപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പഴയ വല്ല ഫുള്ളും ബ്ലോക്കെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഗതാഗത പരിഷ്കരണം നടത്തിയതുകൊണ്ട് തന്നെ ബ്ലോക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ ഓരോ കഥ പറഞ്ഞ് ഇങ്ങനെ പോയി. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. നമ്മൾ കക്കാട് റോഡിൻ്റെ അടുക്ക് എത്തി. കക്കാട് റോഡിൻ്റെ അടുക്ക് നിന്ന് കുറച്ച് ബ്ലോക്ക് ഉണ്ടാകേണ്ടതെന്ന് ഇന്നെന്നാണെന്നറിയില്ല, തിരക്കൊക്കെ കുറവായിരുന്നു. അങ്ങനെ നമ്മൾ കാൽടെക്സ് ജംഗ്ഷനിൽ നിന്ന് ക്രോസ് ചെയ്ത് നമ്മൾ നേരെ പിന്നെ പോകാൻ ഉദ്ദേശിച്ചത് എവിടെയാണ്, ഫസ്റ്റ് നമ്മൾ ഹാർബറിൽ പോകാനാണ് ഉദ്ദേശിച്ചത്. ഹാർബറിൽ നിന്ന് എന്തെങ്കിലും മീൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മീനും വാങ്ങിയിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ പിന്നെ യാത്ര അവിടത്തേക്കായി. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് വഴിയാണ് പോയതെന്ന് വെച്ചാൽ കാൽടെക്സ് നിന്ന് നേരെ കയറി പിന്നെ അവിടുന്ന് പുതിയ ബസ് സ്റ്റാൻഡ് വഴിയാണ് പോകാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ പോകാൻ നോക്കുമ്പോഴാണ് അവിടെ എൻട്രൻസിൻ്റെ അടുക്ക് എത്താനാകുമ്പോഴാണ് അവിടെ ഏരിയ ഒക്കെ നല്ല മാറിയിട്ടുണ്ടായിരുന്നു. നല്ല ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഒരുപാട് ഷോപ്പുകളും അതുപോലെ തന്നെ ഒരുപാട് ഗോൾഡ്, മലബാർ ഗോൾഡ് അപ്പുറമുണ്ട്, അത് ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതിനിടയിൽ കാര്യമായിട്ട് വിട്ടുപോയൊരു സംഭവമുണ്ട്. ചൂട്, അസാധ്യ ചൂടാണ്. എന്താണെന്നറിയില്ല, ഭയങ്കര ചൂട്. കയ്യിൽ പൊള്ളി പതക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് കൂടാൻ വേണ്ടിയിട്ട് നേരെ വിട്ടു. ഏകദേശം ഈ കണ്ടോൺമെൻറ്റ് ഏരിയയിലെത്തിയാൽ കുറച്ചും കൂടി നല്ലൊരു തണലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ഇത് കിട്ടും. അങ്ങനെ നമ്മൾ കണ്ണൂർ ജില്ലാ ആശുപത്രീൻ്റെ അടുക്ക് എത്തി. കണ്ണൂർ ജില്ലാ ആശുപത്രി പാടെ മാറിയിട്ടുണ്ടായിരുന്നു. പഴയ ബിൽഡിംഗ് ഒക്കെ അവർ പൊളിച്ച് മാറ്റി റിനോവേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ ഇപ്പോഴത്തെ പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ നല്ല അവിടെ പണി നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഹാർബറിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ അവിടെ ഒരു നമ്മുടെ അവിടെ ഒരുപാട് ചരിത്രങ്ങളുള്ള പള്ളി ഉണ്ടായിരുന്നു. അവിടെ നിന്നും കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ യാത്ര തുടർന്നു. ഈ ഹാർബർ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ സിറ്റിക്കാണ്. സിറ്റിയിൽ ഐക്കര എന്ന് പറയും, ഐക്കര. ഇതിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഈ ഏരിയയിൽ. നമ്മൾക്ക് പഴയ കാല ഇത് ടൗണൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിത് കാണാം. ഇത് അഹമ്മദ് സാഹിബിൻ്റെ വീടാണെന്ന് തോന്നുന്നു. പിന്നെ ഉൾപ്രദേശങ്ങളോടുകൂടി പോകുമ്പോഴാണ് കുറേ കാക്കമാർ അവിടുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അവരെ പണിയൊക്കെ കഴിഞ്ഞ് അവിടുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. നമ്മളതും ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ യാത്ര തുടർന്നു. അത്യാവശ്യം നല്ല, കാണുമ്പോൾ തന്നെ കുറച്ച് മനോഹരമായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇത് ഫിഷർമാൻ ഏരിയ ആണെന്ന് തോന്നുന്നു. നമ്മൾ കുറച്ച് ചുറ്റിയാണ് ഹാർബറിലേക്ക് പോകുന്നത്. അപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത്, ഹാർബറിലേക്ക് പോകുന്ന സമയത്താണ് അറക്കൽ മ്യൂസിയം കണ്ടത്. അറക്കൽ മ്യൂസിയത്തിൻ്റെ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. എന്നാലും ഞാനിവിടെ പറയാം. കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം രാജാക്കന്മാരായിരുന്നു ഈ അറക്കൽ ഫാമിലീസിലുള്ളവർ. അവർ യൂസ് ചെയ്ത കുറേ ഐറ്റംസൊക്കെ അവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. അതിൽ അറക്കൽ മ്യൂസിയത്തിലാണുള്ളത്. അവിടെ നിന്ന് നമ്മൾ പിന്നെ അധികം സമയം കളയാതെ പിന്നെ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് വിട്ടു. എവിടത്തേക്ക്? നമ്മുടെ ഹാർബറിലേക്ക് വിട്ടു. അത് നേരത്തെ കണ്ട പള്ളിയാണിത്. ഇതാണ് ഹാർബറിലേക്കുള്ള എൻട്രൻസ്. ഇതിലൂടെ കാറൊക്കെ കയറ്റുന്നതിന് പൈസ ഉണ്ട് കേട്ടോ, അതിൻ്റെ ടിക്കറ്റ് ചാർജ് ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടത്തേക്ക് എൻ്റർ ചെയ്തു. റോഡൊക്കെ നല്ല താറിട്ട റോഡായിരുന്നു. ഇവിടെ നിന്നും ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള സേവ് ദി ഡേറ്റ് ഇതാക്കാൻ വേണ്ടി ഫോട്ടോ എടുക്കാനും സിനിമയ്ക്കെല്ലാം വേണ്ടിയിട്ട് ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഫോട്ടോഷൂട്ടിന് പറ്റിയ ഏരിയ ആണിത്. ഇതിൽ അണ്ടർവേൾഡ് സിനിമയിൽ അവസാനത്തെ ക്ലൈമാക്സ് ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. ഒരുപാട് സെറ്റൊക്കെ വെച്ചിട്ട് ഭയങ്കര സെറ്റപ്പായിരുന്നു എന്നാണ് എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴാണ് നടന്ന് കുറേ ആൾ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. മീൻ വാങ്ങിയിട്ട് വേഗം പോകാമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ വന്നതാണ്. പിന്നെ എന്നാലും അവിടെ ഏതായാലും എത്തിയല്ലോ എന്ന് കരുതി അവിടെ ഇരുന്നു. കുറച്ച് സമയം ഇരുന്നപ്പോഴേക്കും അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്താണ് അവിടെ കുറച്ച് പേര് മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത് കണ്ടത്. അങ്ങനെ അതും വീഡിയോയിൽ ഷൂട്ട് ചെയ്ത്
പിന്നെ നമ്മുടേതായ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അങ്ങനെ അവിടെ ഇരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കാരണം നല്ല കാറ്റും തണുപ്പ് കാറ്റൊക്കെ കിട്ടി. നല്ല അവിടെ ഇങ്ങനെ ശാന്തമായിരുന്നു. അപ്പോഴാണ് ആ ഇരുത്തത്തിന് ഒരു വാല്യൂ കിട്ടിയത്. കാരണം നമ്മൾ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് നിന്ന് ഒരാൾ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാൾ ചൂണ്ടയിൽ മീൻ കുടുങ്ങി. ഇതാണ് ആ മീൻ. നല്ല മീനായിരുന്നു. അപ്പോൾ അയാൾക്ക് പെട്ടെന്ന് വന്ന് പെട്ടെന്ന് കിട്ടി. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് ഇപ്പം ഇങ്ങനത്തെ ഒരു വലിയ മീനിനെ കിട്ടിയത് ചൂണ്ടയിൽ കിട്ടിയിട്ട് കാണുന്നത്. അങ്ങനെ എല്ലാവരും അത് കൗതുകത്തോടെ നോക്കി. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞ് അദ്ദേഹത്തിന് തന്നെ ആദ്യം പിന്നെ ഒന്നും കൂടിയും കിട്ടി. അപ്പോൾ അതും കൂടിയും കണ്ട് നല്ലൊരു ഇരുത്തത്തിന് കുറച്ച് വാല്യൂ തോന്നി. കാരണം ഇങ്ങനെ ഒരു അപൂർവമായ ഒരു കാഴ്ച നമ്മൾ കണ്ട്. ആബിദ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഉള്ളത്. അങ്ങനെ അതും കൂടി കഴിഞ്ഞ് നമ്മൾ കുറച്ച് വീഡിയോസ് പിന്നെയും എടുത്ത് ഇങ്ങനത്തെ ഇങ്ങനെയൊക്കെ എടുത്ത് നമ്മൾ പിന്നെ നമ്മളവിടുന്ന് സമയം കളയാണ്ട് മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് നേരെ പുറപ്പെട്ടു. ഒരുപാട് ബോട്ടുകളും ലോറികളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മീൻ വാങ്ങുന്ന ഏരിയയിൽ പോയി. അപ്പോഴേക്കും അവിടെ ആരും ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നത് രാവിലെയെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. ഈ ഏരിയയിൽ നിന്നാണ് നമ്മൾ മീൻ വാങ്ങൽ. പിന്നെ അവിടെ നിന്ന് സമയം കളയാണ്ട് നമ്മൾ പുറപ്പെട്ടു. ഇതിൻ്റെ ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു നമ്മൾ മീൻ മാർക്കറ്റ്. അങ്ങനെ നമ്മൾ ആദ്യം നേരത്തെ വന്ന വഴി തന്നെ നമ്മൾ നേരെ തിരിച്ചു. അപ്പോഴേക്കാടുന്ന് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ബസ് സ്റ്റാൻഡ്. അങ്ങനെ പ്ലാസക്ക് എത്തി. പ്ലാസക്ക് നിന്നും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന തട്ടാടിയിൽ കയറി. കവിത തിയേറ്ററിൻ്റെ അടുക്കെ മുട്ടിച്ച് വെക്കുന്ന ഒരു തട്ടാടിയിൽ നിന്നാണ് കയറിയത്. അവിടെ നിന്ന് നമ്മൾ പുട്ടും ബീഫും മിക്സാക്കി തന്നെ വാങ്ങിയത്. അങ്ങനെ ഇത് അവിടെ കിട്ടി. അപ്പോഴേക്കും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം മഴക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ ഇടിയും മിന്നലും ഒക്കെ അടിക്കുന്നുണ്ടായിരുന്നു. ഇത് അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ നമ്മൾ വേഗം സമയം കളയാണ്ട് നമുക്ക് വീട് എത്താനുള്ള നിലയിൽ നമ്മൾ അവിടെ നിന്നും യാത്ര വേഗം തന്നെ പുറപ്പെട്ടു. മഴ പെയ്യുന്നുള്ള വെപ്രാളത്തിൽ നമ്മൾ വേഗം ഭക്ഷണം കഴിച്ച് തിരിച്ച്. പിന്നെ ആ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഏവറേജ് ആണ്. അങ്ങനെ കുറച്ച് പേര് എത്തുമ്പോഴേക്കും മഴ പെയ്തു. നല്ല മഴയായിരുന്നു. ആദ്യമായിട്ടാണ് നമ്മൾ നാട്ടിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് മഴ കിട്ടിയത്. അങ്ങനെ കുറച്ച് സമയം പെട്രോൾ പമ്പിൽ നിന്നിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ പള്ളിയിൽ നമസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോയി. അങ്ങനെ പോകുന്ന സമയത്ത് പിന്നെ അങ്ങനെ മഴയൊന്നും ഉണ്ടായിട്ടില്ല. നേരെ പിന്നെ പോയത് ആബിദിൻ്റെ വൈഫിൻ്റെ വീട്ടിലേക്കാണ്. അവിടെ നിന്ന് കുറച്ച് എന്തോ വെള്ളം കിട്ടി. നമ്മൾ ആഴ്ന്ന് ഞാൻ നേരെ ഓനെ കൊണ്ടാക്കിയിട്ട് അവിടെ നിന്ന് കൂടെ പുറപ്പെട്ടു. ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.